ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സബ്ജക്ട് ഹിസ്റ്ററി. ടോപ്പിക് ദ ഹോളി റോമൻ എംപയർ. വിശുദ്ധ റോമാ സാമ്രാജ്യം. റോം കേന്ദ്രമായിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രം ഏതായിരുന്നു? റോം. പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തരമായ ആക്രമണത്താൽ തകർന്നു. പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തരമായ ആക്രമണത്താൽ തകർന്നു. അപ്പൊ ആരാണ് തകർത്തത്? പശ്ചിമ റോമാ സാമ്രാജ്യം ആരാണ് ആക്രമിച്ചത്? ഗോത്രവർഗക്കാര്. ഏത് ഗോത്രവർഗക്കാരാണ്? ജർമ്മൻകാരായ ഗോത്രവർഗക്കാർ. അവരെ ആക്രമിച്ചു. അങ്ങനെ പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്നു. The Western Roman Empire with its capital at Rome came to an end due to the continuous invasions of the Germanic tribes. Germanic tribes അവര് വെസ്റ്റേൺ റോമൻ എംപയർ ആക്രമിച്ചു, തുടർച്ചയായി ആക്രമിച്ചു. എന്നിട്ട് എന്തുണ്ടായി? അവർ വെസ്റ്റേൺ റോമൻ എംപയറിനെ തകർത്തു. ആര്? ജർമ്മൻകാരായ ഗോത്രവർഗക്കാർ. വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണ്? റോം. റോമാണ് വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി. അവരിലൊരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. അപ്പോൾ ഈ ആക്രമണകാരികളിൽ ഒരു വിഭാഗമാണ് ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. The most prominent among them was the Franks. The empire established by the Franks was the Frankish Empire. ആക്രമണകാരികളിൽ ഒരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിന്റെ പേരാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. The famous emperor of the Frankish Empire was Charlemagne of the Carolingian dynasty. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി കരോലിഞ്ചിയൻ വംശജനായ ഷാലമീൻ ആയിരുന്നു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ഷാലമീന്റെ സാമ്രാജ്യം. കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് ഷാലമീൻ രക്ഷിച്ചു. ഇതിനു പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. തുടർന്ന് സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യമെന്ന് അറിയപ്പെട്ടു. Emperor of the Frankish Empire. The emperor of the Frankish Empire was Charlemagne of the Carolingian dynasty. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ആരായിരുന്നു? ഷാലമീൻ ആയിരുന്നു. The empire of Charlemagne was larger than Eastern Roman Empire. ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാളും വലുതായിരുന്നു ഷാലമീന്റെ സാമ്രാജ്യം. വിസ്തൃതമായിരുന്നു ഷാലമീന്റെ സാമ്രാജ്യം. Charlemagne saved Pope Leo III, the spiritual head of the Catholic Church, from the tribal attack of Lombards. As a token of gratitude, the Pope crowned him as the Holy Roman Emperor. Hence, his empire came to be known as the Holy Roman Empire. അപ്പോൾ ആക്രമണകാരികളിൽ പ്രധാനിയായിരുന്നു ഒരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിന്റെ പേരാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. അതിൽ നിന്ന് അവരുടെ ഏറ്റവും പ്രധാനിയായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ. ഷാലമീൻ പോപ്പ് ലിയോ മൂന്നാമനെ എന്താണ് ചെയ്തത്? ലൊംബാർഡുകൾ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഷാലമീൻ പോപ്പ് ലിയോ മൂന്നാമനെ ലൊംബാർഡുകളിൽ നിന്ന് രക്ഷിച്ചു. ഇതിൻ്റെ നന്ദി സൂചകമായി പോപ്പ് ഷാലമീനെ ഹോളി റോമൻ എംപറർ ആയിട്ട് കിരീടധാരണം നടത്തി. വിശുദ്ധ റോമാ ചക്രവർത്തിയായി കിരീടധാരണം നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെട്ടു. വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഹോളി റോമൻ എംപയർ എന്ന പേര് വന്നത്? ഷാലമീന്റെ സാമ്രാജ്യത്തിന് ഹോളി റോമൻ എംപയർ എന്ന പേര് വരാൻ കാരണമെന്ത്? അദ്ദേഹം പോപ്പ് ലിയോ മൂന്നാമനെ ലൊംബാർഡുകളിൽ നിന്ന് രക്ഷിച്ചു. ഇതിൻ്റെ നന്ദി സൂചകമായി പോപ്പ് ലിയോ മൂന്നാമൻ ഷാലമീനെ
വിശുദ്ധ റോമാ ചക്രവർത്തിയായി കിരീടധാരണം നടത്തി. മാത്രമല്ല അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പിന്നീട് വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടു. ഹോളി റോമൻ എംബററായി ആരെ കിരീടധാരണം നടത്തി? ഷാലമീനെ. ആരാണ് നടത്തിയത്? പോപ്പ് ലിയോ മൂന്നാമൻ. എന്തിനാണ് നടത്തിയത്? പോപ്പ് ലിയോ മൂന്നാമനെ ലൊംബാർഡുകൾ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അവരെ ലൊംബാർഡുകളിൽ നിന്ന് പോപ്പ് ലിയോ മൂന്നാമനെ രക്ഷിച്ചത് ഷാലമീനാണ്. ഇതിന്റെ നന്ദി സൂചകമായി പോപ്പ് ലിയോ മൂന്നാമൻ എന്ത് ചെയ്തു? ഷാലമീനെ ഹോളി റോമൻ എംബറർ ആയിട്ട് വിശുദ്ധ റോമ ചക്രവർത്തിയായി കിരീടധാരണം നടത്തി. സമർത്ഥനായ യുദ്ധവീരനും കഴിവുറ്റ ഭരണാധികാരിയുമായിരുന്നു ഷാലമീൻ. പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും അദ്ദേഹം തന്റെ അധീനതയിൽ കൊണ്ടുവന്നു. രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു. കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസൈ ഡൊമിനിസി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. ഷാലമീന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുത്ഥാനത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെട്ടു. ഷാലമീന്റെ മരണത്തോടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ശിഥിലമാവുകയും ചെയ്തു. എന്താണ് നമ്മളിതിൽ പറയുന്നത്? ഷാലമീൻ വളരെ കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം വൈവാഹിക ബന്ധങ്ങളിലൂടെയും അതുപോലെ രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു ഷാലമീൻ. പ്രാദേശിക ഭരണത്തിനായി അദ്ദേഹം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകൾ ശരിക്ക് പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി അദ്ദേഹം ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഒരു രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. അദ്ദേഹം സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. ഷാലമീന്റെ നേതൃത്വത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുത്ഥാനത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെട്ടു. പിന്നെ മാത്രമല്ല, ഷാലമീൻ മരിച്ചപ്പോൾ എന്തുണ്ടായി? ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. പിന്നീട് അത് നശിക്കുകയും ചെയ്തു, ശിഥിലമാവുകയും ചെയ്തു. ഷാലമീൻ വാസ് എ ഗ്രേറ്റ് കോൺഗറർ ആസ് വെൽ ആസ് എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ. ഷാലമീൻ വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ഹി ബ്രോട്ട് ഓൾമോസ്റ്റ് ഓൾ ദ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസ് അണ്ടർ ഹിസ് സ്വേ. ഹി എക്സ്പാൻഡഡ് ഹിസ് എംപയർ ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്. വൈവാഹിക ബന്ധങ്ങളിലൂടെ അതുപോലെ രാഷ്ട്രീയമായ സഖ്യങ്ങളിലൂടെയെല്ലാം അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു അദ്ദേഹം. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. അദ്ദേഹം ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗണ്ട്. അതായത് പ്രാദേശികമായ ഭരണം നടത്താൻ വേണ്ടി അദ്ദേഹം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. ആ ഉദ്യോഗസ്ഥർ കൗണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. To keep an effective check upon the activities of the counts, he created a secret department named Missi Dominici. മിസൈ ഡൊമിനിസി എന്ന പേരുള്ള ഒരു രഹസ്യ വിഭാഗത്തെ അദ്ദേഹം കൗണ്ടുകൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ പ്രവർത്തനം നോക്കാനായിട്ട് മിസൈ ഡൊമിനിസി എന്ന പേരുള്ള ഒരു രഹസ്യ വിഭാഗത്തെ അദ്ദേഹം ഏൽപ്പിച്ചു. റിലീഫ് ഫണ്ട്സ് were created for helping the poor. ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. അതിനു വേണ്ടി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. A network of educational institutions was established under the leadership of ഷാലമീൻ. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. The resultant intellectual awakening was known as Carolingian Renaissance. ഇത് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടു. With the death of ഷാലമീൻ, the Frankish Empire was divided and gradually collapsed. ഷാലമീൻ മരിച്ചതോടുകൂടി ഫ്രാങ്കിഷ് സാമ്രാജ്യം ഡിവൈഡ് ചെയ്യപ്പെട്ടു, വിഭജിക്കപ്പെട്ടു. അത് അങ്ങനെ കൊളാപ്സായി, നശിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഹോളി റോമൻ എംപയർ ആണ്. ഹോളി റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ എന്താ? വെസ്റ്റേൺ റോമൻ എംപയർ, റോം ആസ്ഥാനമായ വെസ്റ്റേൺ റോമൻ എംപയർ ജർമാനിക് ട്രൈബ്സ് അറ്റാക്ക് ചെയ്തു. ആ ട്രൈബ്സിലൊരു പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിൻ്റെ പേരാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. അതിൽ പ്രധാനിയായിരുന്നു ഷാലമീൻ നല്ല കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം വൈവാഹിക ബന്ധങ്ങളിലൂടെയും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി പൊളിറ്റിക്കൽ അലയൻസ് വെച്ച് രാഷ്ട്രീയമായ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു.
പിന്നെ അദ്ദേഹത്തിന് ഹോളി റോമൻ എംബറർ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ അപ്പൊ ഷാലമീന്റെ സാമ്രാജ്യത്തെ ഏത് പേരിൽ അറിയപ്പെട്ടു? ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, പാവങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. കുറെ പുരോഗമനപരമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം വളരെ കഴിവുറ്റൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം എന്താണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഓഫീസേഴ്സിനെ ഏൽപ്പിച്ചു. ഓഫീസേഴ്സിനെ കൗണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. കൗണ്ടുകൾ കറക്റ്റായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു. സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് ഏത് പേരിൽ അറിയപ്പെട്ടു? മിസൈ ഡൊമിനിസി എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ അവസാനം നമ്മുടെ ഷാലമീന്റെ മരണത്തോടുകൂടി ഫ്രാങ്കിഷ് സാമ്രാജ്യം തകർന്നു. പിന്നീട് അത് അങ്ങനെ നശിച്ചു. ഇനി അടുത്തത് ഒരു ചെറിയൊരു സാമ്രാജ്യം കൂടി ഇന്ന് പഠിക്കണം. ഓട്ടോമൻ സാമ്രാജ്യം. നേരത്തെ നമ്മൾ പഠിച്ചത് ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമാ സാമ്രാജ്യം. ഇനി പഠിക്കേണ്ടത് ഏതാ? ഓട്ടോമൻ സാമ്രാജ്യം. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. ഓട്ടോമൻ സാമ്രാജ്യം വന്നു എങ്ങനെയാ? 1453 CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതോടുകൂടി ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. ഇതോടെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാന്റെ കാലത്താണ്. സുലൈമാനെ അൽഗാനുനി എന്നാണ് വിളിച്ചിരുന്നത്. ഓട്ടോമൻ സാമ്രാജ്യം വന്നു. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് സുലൈമാന്റെ കാലത്താണ്. സുലൈമാനെ വേറൊരു പേരുണ്ട്, നിയമദാതാവ് അൽഗാനുനി എന്നാണ് വിളിച്ചിരുന്നത്. Ottoman Empire. What is the reason for the downfall of the Eastern Roman Empire? With the capture of Constantinople in 1453 CE by the Turkish ruler Muhammad II, the Ottoman Empire was strengthened. By then, many territories of Eastern Roman Empire had become a part of Ottoman Empire. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. അപ്പോൾ ഇനിയാണ് നമ്മൾ ഓട്ടോമൻ എംപയറിനെ കുറിച്ച് പറയുന്നത്. ദ ഓട്ടോമൻ എംപയർ റീച്ച്ഡ് ഇറ്റ്സ് സെനിത്ത് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സുലൈമാൻ. സുലൈമാന്റെ കാലത്താണ് ഓട്ടോമൻ സാമ്രാജ്യം വളരെയധികം ശക്തി പ്രാപിച്ചത്. ഹി വാസ് കോൾഡ് അൽഗാനുനി. അദ്ദേഹത്തിന്റെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? അൽഗാനുനി, ദ ലോ ഗിവർ. ഹി കോഡിഫൈഡ് ഓട്ടോമൻ ലോസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ എംപയർ. അദ്ദേഹം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു, ഓട്ടോമൻ ലോസ് കൊണ്ടുവന്നു. അദ്ദേഹം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചു, സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണത്തിന് നേതൃത്വം നൽകി. ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഏഷ്യയുടെ യുദ്ധവീര്യം ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ യൂറോപ്യർക്ക് ബോധ്യമായി. ഒന്നാം ലോകയുദ്ധശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. ഇത്രയാ പഠിക്കാനുള്ള ഓട്ടോമൻ സാമ്രാജ്യം. ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തുർക്കി ഗോത്രങ്ങളിലൊന്നിന്റെ നേതാവായിരുന്ന ഉസ്മാനാണെന്ന് കരുതപ്പെടുന്നു. ഉത്മാൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുണ്ടായത്. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് ആരുടെ കാലത്താണ്? സുലൈമാൻ ഒരു പേരുണ്ട്, അൽഗാനുനി. അൽഗാനുനി എന്ന് പറഞ്ഞാൽ എന്താ? നിയമദാതാവ്. അദ്ദേഹം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചു, കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. പിന്നെ ഏഷ്യയുടെ യുദ്ധവീര്യം ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ യൂറോപ്യർക്ക് ബോധ്യമായി. ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞ ശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. വളരെ ചെറുതാണ് പഠിക്കാനുള്ളത് ഓട്ടോമൻ സാമ്രാജ്യം. അപ്പം നാളേക്ക് പഠിക്കേണ്ടത് ഹോളി റോമൻ എംപയറും അതുപോലെ ഓട്ടോമൻ സാമ്രാജ്യവും വിശുദ്ധ റോമാ സാമ്രാജ്യവും. വിശുദ്ധ റോമാ സാമ്രാജ്യം നമ്മൾ പഠിച്ചപ്പോൾ അതിലത്തെ പ്രശസ്തനായ ഭരണാധികാരി ഷാലമീൻ ആയിരുന്നു.
ഓട്ടോമൻ സാമ്രാജ്യം പഠിക്കുമ്പോൾ അതിൽ പ്രശസ്തനായ ചക്രവർത്തിയുടെ പേരെന്താ, ഭരണാധികാരിയുടെ പേരെന്താ? ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ അതിൻ്റെ വളർച്ച എത്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടം സുലൈമാൻ്റെ കാലത്താണ്. അദ്ദേഹത്തിന് ഒരു പേരുണ്ടായിരുന്നു അൽ ഖാനുനി. അദ്ദേഹം എന്താണ് ചെയ്തത്? ഓട്ടോമൻ ലോസിനെ കോഡിഫൈ ചെയ്തു, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. അദ്ദേഹം പക്ഷേ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് ആരുടെ കാലത്താണ്? സുലൈമാന്റെ. സുലൈമാൻ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? അൽ ഖാനുനി. അൽ ഖാനുനി എന്നാൽ എന്താണ്? നിയമദാതാവ്. സുലൈമാൻ എന്താണ് ചെയ്തത്? കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു, ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചു, പിന്നെ കുറേ ഭാഗങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി, യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി. എപ്പോഴാണ് ഓട്ടോമൻ സാമ്രാജ്യം തകർന്നത്? 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം. ഇനി എന്താ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്? ഓട്ടോമൻ സാമ്രാജ്യം, അത് അത്രയും പോയിന്റ്സ് ഉള്ളത്. നമ്മൾ ഇനി ഇത് പഠിച്ചില്ലേ, എന്ത്? വിശുദ്ധ റോമാ സാമ്രാജ്യം. അതിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിന്റെ പേര് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി ഷാലമീൻ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇതിന്റെ വിസ്തൃതി കൂട്ടിയത്? സാമ്രാജ്യത്തിന്റെ വിസ്തൃതി അദ്ദേഹം എങ്ങനെ കൂട്ടി? എങ്ങനെയാണ് അദ്ദേഹം കൂട്ടിയത്? രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും. ഇനി അദ്ദേഹം കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു. ഇനി പ്രാദേശിക ഭരണത്തിന് വേണ്ടി അദ്ദേഹം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. പിന്നെ എന്താ, കൗണ്ടുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആരെ ഏൽപ്പിച്ചു? മിസൈ ഡൊമിനിസി എന്ന പേരിലുള്ള രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്കായിട്ട് ദുരിതാശ്വാസ നിധികൾ കൊണ്ടുവന്നു. പിന്നെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായി. പിന്നെ വൈജ്ഞാനിക പുനരുദ്ധാനത്തെ അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്ത് പേരിൽ അറിയപ്പെട്ടു? കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷെ ഷാലമീൻ്റെ മരണത്തോടുകൂടി ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. അത് കാലക്രമേണ തകർന്നു. നല്ല കുട്ടികളായിട്ട് 2 സാമ്രാജ്യം പഠിക്കണം. വിശുദ്ധ റോമാ സാമ്രാജ്യവും അതുപോലെ ഓട്ടോമൻ സാമ്രാജ്യവും. ഓക്കെ, താങ്ക് യു.